പത്മജി, കൊച്ചിൻ കോർപ്പറേഷനകത്ത് നിന്ന് ഒരു പെരിച്ചാഴിയെ പിടിച്ചതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് കണ്ടായിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചത്? പെരിച്ചാഴി ആക്രമിച്ചോ? ഇഞ്ചക്ഷനൊക്കെ എടുത്തോ? വലിയ പ്രശ്നമാണ് ഇപ്പോൾ പെരിച്ചാഴിയുടെ ശല്യമൊക്കെ. പ്രിയൻ, ശരിക്കും പറയുകയാണെങ്കിൽ പ്രിയൻ ചോദിച്ച ഈ ചോദ്യം എന്നോട് എല്ലാവരും ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്. ഞാൻ കൊച്ചി കോർപ്പറേഷൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒന്ന് വന്ന് കണ്ടാലും മനസ്സിലാവുള്ളൂ. ഇങ്ങനെ വലിച്ചു വാരിട്ടിരിക്കുകയാണ് പൊടി പിടിച്ച ഫയലുകൾ എല്ലാ സ്ഥലത്തും. കോർപ്പറേഷൻ മാറാൻ പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലമൊക്കെയായി. എന്തായാലും ഈ ടേം കഴിയുന്നതിന് മുമ്പ് ജസ്റ്റ് നാട മുറിക്കും എന്നും കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേരൊന്നും വരൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഞാനിങ്ങനെ എൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോൾ അപ്പുറത്തൊക്കെ ഫയലാണ്. പെട്ടെന്ന് വലിയ പെരിച്ചാഴിന്ന്, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, ചാടി. എപ്പോഴും ഞാൻ കാണാറുണ്ട് എലികൾ അങ്ങോട്ട് ചാടുന്നതും ഇങ്ങോട്ട് ചാടുന്നതും, കുഞ്ഞെലികളും വലിയ എലികളും. പക്ഷെ ഇത്രയും വലിയൊരു സാധനം ഇത്രയും മുമ്പിൽ കൂടെ ചാടിയപ്പോൾ ഞാനൊന്ന് പേടിച്ച് പുറകോട്ടേക്ക് ആക്കിയപ്പോൾ അവിടെ ചെറിയൊരു ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് ഉള്ളൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതിൽ കാലും മടങ്ങി ഒന്ന് വീണു. അപ്പം 2-3 പേര് ഓടി വന്നെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. ആ പെരിച്ചാഴിയെ കണ്ട ആഘാതവും കാലിൻ്റെ വേദനയുണ്ട്. കുറച്ചു നേരം ഞാൻ അവരുടെ കയ്യിൽ പിടിച്ചിരുന്നു. ഞാൻ വലിക്കല്ലേ, ഞാൻ തന്നെ എഴുന്നേക്കാം എന്നും പറഞ്ഞ് അവരുടെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റ് എനിക്ക് ഇടത്തെ പാദത്തിൻ്റെ അവിടെ നല്ല വേദനയും ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ്റെ ഉള്ളിൽ കയറിയാൽ എലി പിന്നെ അല്ല, പല്ലി, പാറ്റ, പൂച്ച ഒക്കെ നമുക്ക് പിന്നെ സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ എലികളെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അത് കടിച്ചാൽ നമുക്ക് എലിപ്പനി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. അതുകൊണ്ട് പേടിയുണ്ട്. പാറ്റ, എലി, പല്ലി ഒക്കെ കുഴപ്പമില്ല. പുറത്തിറങ്ങിയാൽ ആരാ? തെരുവ് നായ. അത് ഇങ്ങനെ തുപ്പലൊലിപ്പിക്കുന്ന നായ, റേബീസ് ഉള്ള നായയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇതിങ്ങളിങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അവർ നമ്മളിങ്ങനെ കൂട്ടത്തോടെ. അപ്പോൾ ഒരെണ്ണം വന്ന് നമ്മളിങ്ങനെ നോക്കണാകുമ്പോൾ പുറകെ അവർ വന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് 5-6 ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ പേടി. ചിലർ പറയും പട്ടി കണ്ടാൽ നമ്മൾ പേടിക്കാണ്ട് നിൽക്കണം. അപ്പം അതിന് സെൻസ് ചെയ്യാൻ പറ്റും പേടിയില്ലാന്ന്. പേടിയുള്ള ആൾക്കാരെയാണ് പട്ടി അറ്റാക്ക് ചെയ്യുക. എനിക്ക് കുറച്ച് പേടിയുണ്ട് പട്ടിയെ. എൻ്റെ വീട്ടിലൊരു വലിയമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് പട്ടി വിഷബാധ. നേരത്തെ ഒരു പട്ടി കടിച്ചിരുന്നു. വീടിൻ്റെ മുമ്പിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പഠിച്ചതാണ്, മൈൻഡ് ചെയ്തില്ല, പണ്ടല്ലേ. ആ അമ്മയ്ക്ക് പേരിളകി എൻ്റെ വീട്ടിൽ വന്ന് 36 പേർക്ക് ഇഞ്ചക്ഷൻ എടുത്തു. പണ്ട് പൊക്കിളിന് ചുറ്റുമാണ്. അപ്പം ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വീട് ചുറ്റും കിടന്ന് ഓടും. അമ്മ ഡോക്ടറാണ്. അമ്മ പുറകെ ഇട്ട് ഓടിച്ച് പിടിച്ച് അച്ഛൻ്റെ മേലെ ഒക്കെ കിടന്ന് ഓടും പേടിച്ചിട്ട്. അതിൻ്റെ ഒരു പേടി എന്തായാലും പട്ടിയെക്കുറിച്ച് എനിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിയമമാണ്. പൊതുസ്ഥലങ്ങളിൽ ഫീഡ് ചെയ്യാൻ പാടില്ല. അതിന് പകരം കോർപ്പറേഷൻ പൊതു ഇടങ്ങൾ കണ്ടെത്തിയിട്ട് ആ സ്ഥലങ്ങളിൽ വെച്ചിട്ട് പട്ടിക്ക് ഫീഡിങ് കൊടുക്കണം. അപ്പോൾ അതുവരെ പൊതുസ്ഥലങ്ങളിൽ ഫീഡ് ചെയ്യാം. ഇത് കോർപ്പറേഷന് എന്ത് കൊടുക്കാൻ പറ്റും? അവിടെയുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. ഇന്നലെ കയ്യടി. ഇന്നലെ കൗൺസിലുണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയോ? കോൺട്രാക്ടർമാരുടെ പൈസ കൊടുക്കാൻ പോകണമെന്ന്. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച മേയർക്ക് അറപ്പേറെന്നും പറഞ്ഞത്. അതിന് പ്രതിഫലമായിട്ട് സദ്യയുടെ പായസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോൺട്രാക്ടർമാരാണ്. എന്തൊരു നാണക്കേട്! സദ്യയുടെ പായസം അവർക്ക് കിട്ടാനുള്ള കാശ് അവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് അതിന്നും ഒരു പങ്ക്. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് എല്ലാത്തിനും പങ്കുപറ്റി ജീവിക്കുന്നത് കാരണം മനുഷ്യർക്ക് ഒന്നിനും പങ്കുപറ്റാൻ പറ്റുന്നില്ല. പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കൊച്ചു കുട്ടികൾ വരെ. എൻ്റെ ഡിവിഷനിൽ തന്നെ ഒരു കുട്ടി ബസ് കാത്ത് നിൽക്കുക, കുഞ്ഞുകുട്ടി. അപ്പോൾ സാധാരണ കുഞ്ഞുകുട്ടികളുടെ കൈ പിടിച്ച് അമ്മമാരും നിൽക്കും. അപ്പോഴാണ് ഒരു പട്ടി ആക്രാന്തം പിടിച്ച് വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫീഡിങ് സെൻ്ററുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിന്ന് അച്ഛൻ വരാന്തിരുന്ന് അച്ഛൻ ഓടി വന്ന് ഇവരുടെ മേത്തേക്ക് വീണു. ഇവർക്ക് രണ്ടുപേർക്കൊന്നും പറ്റിയില്ല, അമ്മയ്ക്കും മോക്കും. പക്ഷെ അച്ഛൻ ഓടി വന്ന് അലച്ചു വീണതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മുഖത്തും കയ്യിലും കാലിലൊക്കെ മുറിവുകളായി. എത്ര പേരെ എന്നെ വിളിക്കുന്നതെന്നറിയാമോ? പട്ടി കടിച്ചു കൗൺസിലറെ. പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുക. നമ്മുടെ ഇതിലുണ്ടല്ലോ, എന്ത് ചെയ്യണം, മെഡിക്കൽ ട്രസ്റ്റിൽ പോകണം, അവിടെ പോകണം. ഇവർക്ക് ആര് കൊടുക്കുന്നു? മരുന്നിനുള്ള സൗകര്യം ആര് കൊടുക്കുന്നു? ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് ആര് കൊടുക്കുന്നു? അവർക്ക് നഷ്ടപ്പെടുന്ന ലീവുകൾ ആര് കൊടുക്കുന്നു? ഇതിനൊന്നും കോർപ്പറേഷനൊരു ബാധ്യതയില്ലേ? പിന്നെ ഈ പട്ടി കടിച്ചു എന്ന് പറഞ്ഞാൽ അത് മറ്റത് പല ജീവികളെയും കടിക്കുന്നുണ്ടാകും. പൂച്ചകളെ കടിക്കുന്നുണ്ടാകും. എൻ്റെ ഡിവിഷനിൽ വേറെ ഉണ്ട് കേട്ടോ. പശുക്കളെ കടിച്ചാലും പ്രശ്നം ഭയങ്കര. നമ്മളതിൻ്റെ പാല് കുടിക്കുന്നില്ലേ? അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കുറച്ച് പട്ടിയെന്ന് പറയാം കേട്ടോ, നാളെ അറസ്റ്റ് ചെയ്യും. എന്നെ നമുക്ക് കൂടെ ഒരുമിച്ച് അഴിയെണ്ണിക്കൊണ്ട് കിടക്കാം കേട്ടോ. നായ
നായ മനുഷ്യർ ജീവിക്കുന്ന കാലത്തിന് ഉള്ളിടത്തോളം കാലം നായകളായിരുന്നു നമ്മളുടെ ഉറ്റമിത്രൻ. നമുക്ക് പാല് തന്നിരുന്ന പശുവായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, നമുക്ക് മുട്ട തന്നിരുന്ന കോഴിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ നമുക്ക് വേറെ ഒന്നുമായിട്ടും ബന്ധമില്ല, പട്ടികളായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പട്ടികളെ സംരക്ഷിക്കും. ഒരു ABC വാക്സിൻ നമ്മുടെ കോർപ്പറേഷൻ ചെയ്യും കേട്ടോ. ഇപ്പം ചെയ്യാനുള്ള സൗകര്യം ഇല്ലാന്ന് തോന്നുന്നു, ബ്രഹ്മപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ അതിനെ വന്ധ്യീകരിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ 14 കൊല്ലം കാത്തിരിക്കണം, അത് ചത്ത് മണ്ണടിയണ്ടേ. അപ്പോൾ ആ നായകളൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ട് അത് കടിക്കില്ല എന്നില്ല. മാത്രമല്ല പ്രിയനൊരു കാര്യം, ഇവർക്ക് ഭയങ്കര ഇതാണ്, ഘ്രാണശക്തി എന്ന് പറയൂലേ. എന്താണ് ഈ ABC ചെയ്യുന്ന നായകളുടെ ചെവിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കും, കട്ട് ചെയ്യും. അപ്പം ഇത് പിടിക്കാൻ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഈ കട്ട് ചെയ്ത പ്രത്യേക തരത്തിലൊരു ശബ്ദം ഈ നായകൾ ഉണ്ടാക്കും. അതോടെ എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടു ചെതറിയോടുകയാണ് ഈ പട്ടികൾ. എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ലൈൻ കടന്നോടുന്നു, സ്കൂളിൻ്റെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഓടുന്നു, KSRT ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്ക് ഓടുന്നു. പക്ഷെ ഇതിന് നമുക്കൊരു ശാശ്വതമായൊരു പരിഹാരം വേണ്ടേ? ഈ മനുഷ്യർക്കും പോലും നടക്കാൻ സൗകര്യമില്ലാത്ത ഒരു മെട്രോ സിറ്റിയാണ് കൊച്ചി. മെട്രോ സിറ്റികളിൽ ഫുട്പാത്ത് ഇല്ലാത്ത ഒരേ ഒരു മെട്രോ സിറ്റി നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 കൊച്ചിയാണ്. അതും നമുക്കൊരു ഭൂഷണം. നിന്നും എന്തെങ്കിലും ആല് മുറിച്ചാൽ അതും ഭൂഷണം എന്ന് പറയുമല്ലോ. അതുപോലെ നേരെപ്പോഴും പറയും നമുക്ക് അതിന് ഫസ്റ്റ്. അപ്പം മറ്റേ സിറ്റികളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇത്രയ്ക്ക് വൃത്തിഹീനമായൊരു സിറ്റി കണ്ടിട്ടില്ല. നമ്മൾ എപ്പോഴും വളരെ കോൺഷ്യസ് ആയിട്ട് അതിലേക്ക് എപ്പോഴാണ് കാനയുടെ ഉള്ളിലേക്ക് വീഴുക എന്നറിയില്ല. എൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് പോണ സമയത്ത് ടൈൽസ് ഇട്ട റോഡിൽ കൂടെ, ഞാൻ കൗൺസിലർ ആയല്ലോ, ഒരു ഇത്തിരി ടൈല് മാറിക്കിടന്നിരുന്നു. ഞാൻ ശ്രദ്ധിക്കാണ്ട് നമ്മളിങ്ങനെ എല്ലാവരും കൈ തട്ടി വീണിട്ട് ആ നഖം ഇങ്ങനെ പൊങ്ങി വന്നു. ഇപ്പോഴും 3 വർഷം കഴിഞ്ഞു, 1.5-2 മാസമാകുമ്പോൾ എനിക്ക് ആ നഖം മാറ്റണം. അത് വേദന സഹിക്കാൻ വയ്യാണ്ട് വരും. അപ്പം എത്ര പേര് ഇതുപോലെ നമ്മൾ സഹിക്കുന്നുണ്ട്. ഇതൊക്കെ കോർപ്പറേഷൻ അതിന് ഉത്തരം പറയുന്നുണ്ടോ? കമ്പികൾ പുറത്തേക്ക് ചാടി നിൽക്കുന്നു. ഈ എൻജിനീയർമാർ ഇത് നോക്കണ്ടേ? ഇവർ കല്ലും മണ്ണും ചരലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ കറക്റ്റാണോ എന്ന് എൻജിനീയർമാർ നോക്കണോ? ഇതൊക്കെ ആരുടെ പൈസ പ്രിയൻ? ഇങ്ങനെ കിടക്കുന്ന കാനകളുണ്ട്, അത് ഫുട്പാത്ത് കാനകൾ എന്ന് പറഞ്ഞാൽ പറയാം. ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ സ്ലോപ്പിൽ കൂടെ പോയി പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആവും. അപ്പോൾ കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും. നടക്കുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല. അതിനിടയിൽ കൂടിയാണ് ഈ പട്ടികൾ, കീരികൾ. നമ്മുടെ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ കീരികളെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇപ്പോൾ ആവാസ വ്യവസ്ഥയിൽ പാമ്പും വന്നിട്ടുണ്ട്. ഈ ചേരയല്ല കേട്ടോ, കടിക്കുന്ന പാമ്പുകൾ, വിഷമുള്ള പാമ്പുകൾ. എത്ര പേരാ വിളിച്ചു പറയുന്നത്, കൗൺസിലറെ ഇത് കടിക്കുന്ന പാമ്പാണെന്ന് തോന്നുന്നു, കൗൺസിലറെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരും. കാരണം പല സ്ഥലങ്ങളിലും വൃത്തിയായ രീതിയിൽ ക്ലീനിങ് നടക്കുന്നില്ല. ഈ പച്ചപ്പുകൾ നമ്മൾ പലരും സ്ഥലങ്ങൾ മേടിച്ചിട്ടിട്ട് അത് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. അവിടെയൊക്കെ കീരിയും പാമ്പും കൂടെ വലിയ സഹവാസത്തിലാണ്. പ്രിയൻ, ഇവിടെ കൊക്കുണ്ട്, എൻ്റെ ഡിവിഷനിൽ കൊക്കുണ്ട്. ഈ നായ പ്രേമികൾ കൊണ്ടുവയ്ക്കുന്ന ഭക്ഷണം മുഴുവൻ നായ വടിച്ച് കഴിക്കില്ല. സാധാരണ വയലൊക്കെ ഉള്ളിടത്താണ് കൊക്കുണ്ട്. ഇവിടെ കൊക്കുണ്ട് എൻ്റെ ഡിവിഷൻ, ഞാൻ കാണിച്ചുതരാം, പ്രൂഫുണ്ട്, വേണമെങ്കിൽ കാണിച്ചുതരാം. കറുത്ത കൊക്കുണ്ട്, വെള്ളക്കൊക്കുണ്ട്, നല്ല ഒരു കാലിൽ നിൽക്കുന്ന കൊക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല. അപ്പം അത് തിന്നാൻ വേണ്ടിയിട്ട് ആര് വരും? പുറകെ എലി ഓടി വരും, പാറ്റകൾ ഓടി വരും, അപ്പം കീരികൾ വരും. കീരികളെ കാണുമ്പോൾ പാമ്പ് വരും. പിന്നെ കൊക്കിന് എളുപ്പമുണ്ട് ഇങ്ങനെ കൊത്തി എടുക്കാൻ. താഴെ ഈ പല സ്ഥലത്തും ടൈൽസ് ഇല്ല, സ്ലാബ് ഇല്ലാത്തതായ മീനുകൾ താഴെ കൂടെ പോകും. അത് കൊത്താനായിട്ട് കൊക്കുകളും വരും. അപ്പോൾ എന്തിനാ സൂവിലൊക്കെ പോകണം? ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു മൈസൂരിലെ സൂ ആണ് ഏറ്റവും വലിയ സൂ, അതിന് ഓണം വെക്കേഷന് കുട്ടികളെയും കൊണ്ട് പോകാനാണെന്ന്. ഞാൻ പകുതി തമാശയായിട്ടും പകുതി ആയിട്ടും എന്തിനാടോ അങ്ങോട്ടേക്കൊക്കെ പോണേ? ഇവിടെ വന്ന് കാറിൻ്റെ ഉള്ളിൽ നിന്ന് തനിക്ക് എന്ത് നല്ലൊരു ആവാസ വ്യവസ്ഥ, സൂപ്പറായിട്ട് ഇത്രയും ക്ലോസ് ക്വാർട്ടേഴ്സിൽ കാണാം, കാശും ചിലവാക്കണ്ട, കാണാത്ത ജീവികളെയൊക്കെ കാണാം. ഒരു സ്ലാബ് പൊക്കിയാൽ മതി, എന്തുമാത്രം പാറ്റകളാണ് പുറത്തേക്ക് വരുന്നത്. അതൊക്കെയല്ലേ. മാത്രമല്ല നമ്മുടെ കുടിവെള്ളം പല സ്ഥലത്തും പൊട്ടിക്കിടക്കുക. അത് ഡ്രെയിനേജായിട്ട് മിക്സ് ആവാറുണ്ട്. ഡ്രെയിനേജായിട്ട് അതാ പറഞ്ഞ് എല്ലാ അടിയിൽ കൂടിയാണ് പോകുന്നത്. കാനകളുടെ ഉള്ളിൽ കൂടിയാണ് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പോകുന്നത്. അത് പല സ്ഥലത്തും പൊട്ടിക്കിടക്കുന്നത് കാരണം അതിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വീണാൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉള്ളിലേക്കും കയറില്ലേ. ഈ കോളിൻ റേഷ്യോ എവിടെയാണ് നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലെ? അപ്പം മേയറിന് പറയാം എല്ലാം, എവറിത്തിങ് അണ്ടർ കൺട്രോൾ. വാട്ട് ഈസ് അണ്ടർ കൺട്രോൾ? ഹൂ കെയർസ്? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇതല്ലേ, ഹൂ കെയർസ്? വി ജസ്റ്റ് വോണ്ട് ദ വോട്ട്സ്. അതാണ് ഇവിടുത്തെ മേയറാണ് നമ്മളുടെ നഗരപിതാവ്. നഗരപിതാവിന് സ്വന്തം മക്കളോടൊരു കടമയില്ല, കടുപ്പമില്ല. പിന്നെ പ്രിയൻ,
ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ മൂത്രം നാറ്റം. നമ്മളുടെ ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ച്, നമ്മൾ കൊച്ചു കുട്ടികളുടെ അംഗൻവാടി പോലും ഇങ്ങനെ സ്മെല്ലില്ല. എന്തുമാത്രം മൂത്രനാറ്റാണ് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ സഹിച്ച് എങ്ങനെയാണ് ഈ ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത്? കാര്യം നടക്കണ്ടേ? അതുപോലെ ശരിയാണ് പറയാനായിട്ട്, ഞാനിരിക്കുന്നൊരു അറ്റത്താണ് ഇരിക്കുന്നത്. ഇപ്പം ഈ മേശ പോലെ എന്ന് വെച്ചോളൂ, എന്തെങ്കിലും ഒരു കടലാസ് താഴെ വീണ് ഞാൻ എടുക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഡ്രസ്സിൻ്റെ ഇവിടെ കീറും. ഇവിടെ കീറിയിരിക്കുകയാണ്, ടേബിളിൻ്റെ ടോപ്പിൽ കീറിയതായിട്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് കുഞ്ഞ് എന്തെങ്കിലും എടുത്താൽ ഇവിടെ കീറി. ഞാൻ പറയാം, നേരെ ഒന്നും കൂടെ കീറിയിട്ടോ, ഇവിടെ നമ്മളിപ്പോൾ തന്നെ മാറും അങ്ങോട്ടേക്ക്. അത് നാടൻ മുറി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം, വേറെ ഒന്നും ആയിട്ടില്ല. 10 കൊല്ലമായി തുടങ്ങിയിട്ട് ഒന്നും നടക്കില്ല. അപ്പോൾ എറണാകുളത്തിന് അഭിമാനമായി ഇത്രയധികം നമ്മൾ പറയും ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള ആസ് റിഗാർഡ്സ് ദ വെൽത്ത് അല്ലെങ്കിൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അവിടെ ഇത്രയും മോശമായ കണ്ടീഷനിലാണ് കൗൺസിലർമാരും, കൗൺസിൽ ഹാളിലെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, എൻ്റെ ഡ്രസ്സ് കീറുന്നത്, കൗൺസിലർമാരും അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ ഫയലിംഗ് സിസ്റ്റവും എല്ലാം അത്രയും മോശമായ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എന്താണ് പെരിച്ചാഴി ചാടിയതുകൊണ്ട് കാല് ഇതായി എന്നല്ലാണ്ട് എന്നെ കടിച്ചില്ല എൻ്റെ ഭാഗ്യത്തിന്. പക്ഷേ എല്ലാ സ്ഥലത്തു കൂടെയും എലികൾ ഓടുന്നത് ഒരു നിത്യ കാഴ്ചയാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. എലിയെ പിടിക്കാൻ പുറകെ പാമ്പ് വരുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം പൊക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പാമ്പായിരിക്കും, മൂർഖൻ പാമ്പ്. അതും നമുക്ക് ആഘോഷിക്കാം. മീഡിയയ്ക്ക് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പാട്ടി വിളിച്ചുകൊണ്ടെന്ന് പാമ്പിനെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഉദ്യോഗസ്ഥരും മേയറും നമ്മൾ നമ്പർ 1 കൊച്ചി സിറ്റിയെക്കുറിച്ച് ബോധവാന്മാരാകണം. നഗരപിതാവായിട്ട് തന്നെ പെരുമാറണം എന്ന് അപേക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.